നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് വേഴമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. വേഴമാറ്റം എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ശരിക്ക് ധനത്തിൻ്റെ സ്ഥിതി, ധനത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരാളിന് അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ധനത്തെ കൊടുക്കുന്നവനാണ് വേഴം. ഇപ്പോൾ വേഴന് ബലമില്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാവില്ല. വേഴം നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ അവൻ സമ്പന്നൻ തന്നെയാണ്. അപ്പോൾ വേഴത്തിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. ആ വേഴമാണ് മാറ്റം സംഭവിക്കാൻ പോണേ. വേഴം എന്ന് മാറാൻ പോണത് 2025 മെയ് മാസം 14 രാത്രി 10:30 മണി കഴിയുമ്പോൾ വേഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കും. 2026 ജൂൺ മാസം 1 തീയതി വരെ മിഥുനം രാശി നിൽക്കും. ഈ രാശിചക്രത്തിൽ ജനിച്ചവർക്ക്, ഓരോ രാശിയിൽ ജനിച്ചവർക്കും വേഴത്തിൻ്റെ ഈ മാറ്റം പലതരേണ കഷ്ടതയുണ്ടാക്കും, ചിലർക്ക് നല്ലത് വരുത്തും. ഇന്ന് നമ്മൾ മീനം രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. മീനം രാശിക്കാരെന്ന് പറയുമ്പോൾ ശരിക്ക് ഉത്രട്ടാതി, രേവതി, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഈ 2.25 നക്ഷത്രം അടങ്ങുന്നതാണ് ശരിക്ക് മീനം രാശി. മീനം രാശിക്കാർക്കിപ്പോൾ വളരെ മോശ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വേഴം 3-ൽ നിൽക്കുകയായിരുന്നു, ഏഴനാണ്ട ശനി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏഴശനി തീർന്നൊന്നുമില്ല, എന്നാലും വേഴം 4-ലേക്ക് വന്നിരിക്കുകയാണ്. ശരിക്കും മനസ്ഥാനത്തേക്ക് വന്നിട്ട് കുറേ സന്തോഷം ഉണ്ടാവും, കുറച്ച് സമാധാനം കിട്ടും. മാതാവിന്, കുടുംബത്തിന് ഐശ്വര്യപ്രദമായ അവസ്ഥയുണ്ടാവും. വിദേശത്തൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്രയ്ക്ക് കൊള്ളാം. അപ്പോൾ പെട്ടെന്നൊരു സമാധാനവും സന്തോഷവും ലഭിക്കുന്ന സമയത്തിലേക്ക് വരികയാണ്. പക്ഷേ ശനി, ഏഴശനി 12 നിന്ന് ജന്മത്തിലാണ് നിൽക്കുന്ന സമയമാണ്. ജന്മരാശിയിൽ നിൽക്കുന്ന സമയം ആയതുകൊണ്ട് നമുക്ക് വേഴം നമുക്ക് സപ്പോർട്ടീവാണ്, ഇതൊക്കെ തരാൻ വില്ലിങ്ങാണ്. പക്ഷേ ശനിക്കൊരു പ്രത്യേകതകൾ, ശനി ബ്ലോക്ക് ചെയ്ത് കളയും. ബ്ലോക്കിൻ്റെ ആളാണ് ശനി. മന്ദൻ എന്നാണ് ശനീശ്വരനെ വിളിക്കുന്നത്. അപ്പോൾ ശനി ബ്ലോക്ക് ചെയ്ത് കളയും. അതുകൊണ്ട് ശനിയുടെ ബ്ലോക്ക് മാറ്റിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇപ്പോൾ വേഴം നമുക്ക് നല്ലത് തരാൻ പോവുകയാണ്, ധനം തരാൻ പോവുകയാണ്. പക്ഷെ അത് നമ്മളിലേക്ക് എത്തണം. ശനി ബ്ലോക്ക് ചെയ്താൽ സമയത്തിന് എത്തില്ല, മന്ദനാണ്. ഇപ്പോൾ കാലതാമസം നേരിടും, കിട്ടാനുള്ളത് സമയത്തിന് കിട്ടാതെ വരും. അതുകൊണ്ട് ശനിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് വേണം വേഴത്തിനെ ശക്തിപ്പെടുത്താൻ. വിഷ്ണു ക്ഷേത്രത്തിലെ വ്യാഴാഴ്ച പാൽപ്പായസം, തുളസിമാല അർച്ചനയൊക്കെ നടത്തണം. അതേപോലെ തന്നെ നമുക്ക് ശനീശ്വരന്, ശാസ്താവിന് നീരാഞ്ജനം കത്തിച്ച് പോവുകയും സൂര്യഭഗവാനെ തൊഴുകയും ശനി വ്രതം നോക്കിയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് 4-ൽ നിൽക്കുന്ന വേഴത്തിൻ്റെ പൂർണ്ണ ഫലം കിട്ടും. വീട് വയ്ക്കാം, വാഹനം വാങ്ങാം, ഐശ്വര്യപ്രദമായ അവസ്ഥകളുണ്ടാവാം. മാതാവിന് അല്ലെങ്കിൽ മാതൃതുല്യരായവർക്ക് സന്തോഷാവസ്ഥകൾ വന്നു ചേരും, കുടുംബത്തിലെ പുരോഗതി വരും, വിദേശയാത്ര ചെയ്യാനിടവരും. അങ്ങനെയുള്ള കുറേ ഐശ്വര്യഫലങ്ങൾ തടയാതെ കിട്ടാൻ വേണ്ടി ഈ പരിഹാരം കൂടി ചെയ്തുകൊള്ളുക. കാരണം നമ്മൾ നേരത്തെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം 40,000-ൽ കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മളെ അല്ലെങ്കിൽ ഫ്രണ്ട്സും എല്ലാവരും കൂടി നമ്മളെ ചാനൽ കാണുന്നുണ്ട്. അവരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് നമ്മൾ ഈ ചാനൽ നേരത്തെ തന്നെ ഓരോ വീഡിയോ ഇടുന്നത്. കാരണം അഡ്വാൻസ് ആയിട്ട് പരിഹാരം ചെയ്ത് അതിൽ നിന്ന് അതിജീവിച്ച് പോകാൻ. ഓരോന്ന് ചെയ്യുന്നതിന് നമ്മൾ ആ സമയത്ത് ചെയ്തിട്ട് കാര്യമില്ല. ഇത് അറിയണമെങ്കിലും അതുപോലെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങളിലേക്ക് ഞങ്ങൾ രാവിലെ 6 മണിയാവുമ്പം തന്നെ നിത്യജ്യോതിഷം, ഇന്നത്തെ ഫലം എങ്ങനെയാണ് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്കിന്നൊരു വഴിക്ക് ഇറങ്ങാൻ പോകണം, അത് പോകണമെങ്കിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ എങ്ങനെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതിനെയൊക്കെ നോക്കിക്കൊണ്ട് മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ട് നിത്യജ്യോതിഷം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ബെൽ ബട്ടനും അമർത്തി നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ചാനൽ മറ്റുള്ള ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഇതറിഞ്ഞ് അവർക്ക് നല്ലത് വരട്ടെ. അപ്പോൾ എല്ലാ മീനരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.